ഇപ്പോഴത്തെ ഒരവസ്ഥ അവിടുത്തെ പ്യാസ മൊത്തം അടച്ചു. ബസിലിക്കയുടെ അകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കർദിനാൾമാരുണ്ട്, വൈദികരുണ്ട്, കുറച്ചു പേരൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ പ്യാസ ആളുകൾക്ക് കാണാവുന്ന കാര്യങ്ങളെല്ലാം അത് ക്ലോസ് ചെയ്തു. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങളുടെ എല്ലാ ഇതും ക്ലോസ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷത്തിലാണ് ഫ്യൂണറലിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് കിട്ടിയ അപ്ഡേറ്റ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കിട്ടിയത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇറ്റലിയെ കൂടാതെ 164 രാജ്യങ്ങളിലാണ് കൺഫേംഡ് ആയിട്ട് ലോക നേതാക്കന്മാരും അവരുടെ പ്രതിനിധികള് പരിശുദ്ധ പിതാവിന്റെ ഫ്യൂണറൽ കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. ഇനിയും അവശേഷിക്കുന്ന ഒരു കർമ്മം കൂടിയുണ്ട് 8 മണിക്ക്. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടങ്ങുന്ന പെട്ടി അടയ്ക്കുന്ന, സീൽ ചെയ്യുന്ന ഒരു തിരുക്കർമ്മങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലേ? അതെ 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 അതെ, ആ തിരുക്കർമ്മങ്ങൾ അപ്പം അതിന്റെ അകത്ത് ഒരുപാട് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറമണിയാണത്. അതിന്റെ അകത്ത് എൻ്റെ അറിവനുസരിച്ച് ഏകദേശം ഒരു 8 കർദിനാൾമാരാണ് കത്തോലിക്കരായിട്ടുള്ള പങ്കെടുക്കാനായിട്ട് നിൽക്കുന്നത്. ആ സെറമണി പരമ്പരാഗതമായിട്ടുള്ളതാണ്. അതായത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം ഈ ക്ലോസിംഗ് സെറമണിക്ക് ശേഷം നമുക്ക് ദൃശ്യമാവുകയില്ല. അപ്പൊ അതുകൊണ്ട് വെള്ള തുവാല മുഖത്ത്, സിൽക്കിന്റെ തുവാല മുഖത്ത് മാർപ്പാപ്പയുടെ ധരിപ്പിക്കും. അതിനുശേഷം ഹോളി വാട്ടർ, ശുദ്ധജലം തെളിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി പരിശുദ്ധ പിതാവിന്റെ ശവമഞ്ചം അത് ക്ലോസ് ചെയ്ത് സീൽ ചെയ്ത അവസ്ഥയിലായിരിക്കും. പിന്നീട് അതൊരിക്കലും തുറക്കുന്നതായിരിക്കില്ല. നമുക്കത് വത്തിക്കാൻ മീഡിയ വഴി തത്സമയം നമുക്ക് ലഭിക്കുമായിരിക്കും അല്ലേ അച്ഛാ വീഡിയോ? തീർച്ചയായിട്ടും വത്തിക്കാൻ മീഡിയ വഴി നമുക്ക് ലഭിക്കും. എന്റെ വിശ്വാസം അനുസരിച്ച് ഗുഡ്നസ് TV വഴിയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, പലപ്പോഴും ചില കാര്യങ്ങൾ സ്വകാര്യമായിരിക്കും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് പിന്നീടാണ് പലപ്പോഴും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് വിടാറ് എന്ന് തോന്നി. അതുകൊണ്ട് ചോദിച്ചത്. കാരണം സാന്താ മാർത്തയിൽ നടന്ന തിരുക്കർമ്മങ്ങൾ വത്തിക്കാൻ മീഡിയ ലൈവ് വിട്ടിരുന്നില്ല. പിന്നീട് അവർ ആ ദൃശ്യങ്ങൾ വിടുകയാണ് ചെയ്തിരുന്നത്. അപ്പം അത്തരത്തിലാണോ എന്നുള്ളതാണ് ചോദിച്ചത്. മറ്റൊരു കാര്യം വെച്ചാൽ, നാളെ നടക്കുന്ന മൃതസംസ്കാര വിശുദ്ധ ദിവ്യബലിക്ക് ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം വഹിച്ചുകൊണ്ട് സാന്താ മാർത്തയിലേക്കൊരു പ്രദക്ഷിണം ഉണ്ടാകും. ഏകദേശം 4.5 കിലോമീറ്റർ ഉണ്ട് യാത്ര. ആ സമയത്ത് അതെ, അതായത് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഈ മൃതസംസ്കാര ചടങ്ങുകളുടെ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. അതായത് 10 മണിക്ക് ആരംഭിക്കുന്ന ദിവ്യബലി, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം അതിലെല്ലാവർക്കും ഇവിടെ പറ്റാനുള്ള അവസരമുണ്ട്. പൊതുജനം മുഴുവനും ഏകദേശം പ്യാസയിൽ 80,000 പേർക്കാണ് അതിനുള്ള സൗകര്യമുള്ളൂ. അപ്പം പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷത്തിലധികം ജനതയാണ്. അപ്പം ഇതിന്റെ മറ്റു എല്ലാ ഭാഗങ്ങളിലുമായിട്ടും എല്ലാവരും അവരുടെ സൗകര്യം അനുസരിച്ച് നിന്നുകൊണ്ട് സ്ക്രീനിലൂടെ, ടെലിവിഷൻ സ്ക്രീനിലൂടെ ആയിരിക്കും അത് ജനങ്ങൾക്ക് ലഭ്യമാക്കുക. അങ്ങനെ മൃതസംസ്കാര ചടങ്ങുകളെല്ലാം നമ്മുടെ ദിവ്യബലി കഴിഞ്ഞതിന് ശേഷം പ്രൊസഷനായിട്ട് മാർപ്പാപ്പയുടെ ശരീരം, ദിവ്യദേഹം മേരി മജോറ ബസലിക്കയിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അത് നടന്ന് കാൽനടയായിട്ടായിരിക്കില്ല, വണ്ടിയിലായിരിക്കും അത് കൊണ്ടുപോകുന്നത്. അത് ഏകദേശം നമുക്കറിയാം, സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് 6.5 കിലോമീറ്ററോളം ഉണ്ട് മേരി മജോറ ബസിലിക്കയിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു യാത്രയാണ്. മാത്രമല്ല ബസിലിക്ക വളരെ ചെറുതായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയില്ല, നമുക്കറിയാമല്ലോ. അപ്പം വളരെ പരിമിതമായ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ബസിലിക്കയുടെ അകത്ത് ഫിസിക്കലായിട്ട് നിന്നുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ സുപ്രധാനമായ ഒരു വാർത്ത എന്ന് പറയുന്നത്, മാർപ്പാപ്പയുടെ ഹൃദയത്തിന്റെ ഇഷ്ടമനുസരിച്ച് തന്നെ മൈഗ്രൻസും റെഫ്യൂജികളുമായിട്ടുള്ള കുറെ വ്യക്തികൾക്ക് മേരി മജോറ ബസിലിക്കയുടെ നട കയറി അതിന്റെ ആ ചുറ്റുപാട് നിന്നുകൊണ്ട് അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ റൂട്ട് മാപ്പ് ഇങ്ങനെയാണ്. വത്തിക്കാൻ ബസിലിക്കയിൽ നിന്നും ആരംഭിക്കുന്ന ആ ഒരു മൃതസംസ്കാര ചടങ്ങിന്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട് മേരി മജോറയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വത്തിക്കാനിൽ നിന്നും ആരംഭിച്ച് കോർസോ വിത്തോറിയ ഇമ്മാനുവലെ എന്ന വഴിയിലൂടെ പോയി പ്യാസ വെനേസിയ, അത് പ്യാസ വെനേസിയ വഴി എല്ലാവർക്കും സുപരിചിതമാണ്. അതിലൂടെ വിയ ഫോറി, അതിനുശേഷം കൊളോസിയം എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊളോസിയത്തിന്റെ മുമ്പിലൂടെ യാത്ര ചെയ്ത് വിയ ലാബ്രിക്കാന, അതിനുശേഷം വിയ മെറുളാന,
അതായത് ലാറ്ററൻ ബസിലിക്കയ്ക്കും മേരി മെജോറയ്ക്കും ഇടയിലുള്ള നേരെയായിട്ടുള്ള ഒരു വഴിയാണ് വിയ മെറൂളാന. അതിലൂടെ ഒന്ന് ഒടുവിലായിട്ട് മേരി മജോറ ബസിലിക്കയിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ മറ്റ് ചടങ്ങുകളെല്ലാം നടക്കുകയായിരിക്കും. തത്സമയം ബസിലിക്കയുടെ നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചുറ്റുപാടുമുള്ള ജനതകൾക്ക് കാണുവാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് അത് ഇവിടെ നിന്ന് പ്രാർത്ഥനാപൂർവ്വം ആ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അച്ഛാ, ഈ വിലാപയാത്ര ഏകദേശം എത്ര സമയം എടുക്കും? 4.5 കിലോമീറ്റർ ആണ് ഉള്ളത്. അത് എത്ര സമയം ആ ഒരു യാത്ര എടുക്കാൻ സാധ്യതയുണ്ട്? 4.5 കിലോ എന്റെ അറിവനുസരിച്ച് ഇവിടുന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും മേരി മജോറയിലേക്ക് 6 കിലോമീറ്ററിലധികം ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സമയം എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് കൃത്യമായിട്ട് സാധിക്കുകയില്ല. കാരണം അതുപോലെ ജനാവലിയും റോഡുകളിലും നിരന്നിട്ടുണ്ടായിരിക്കാം. അപ്പം സ്വാഭാവികമായിട്ടും മാർപ്പാപ്പയുടെ ദിവ്യ മൃതദേഹം കൊണ്ടുപോകുന്നത് വണ്ടിയിലാണല്ലോ. അപ്പം അത് അങ്ങനെ അതെല്ലാം നേരത്തെ തന്നെ വണ്ടിയിൽ ക്രമീകരിച്ച് അവിടെ എത്തുന്നതായിരിക്കും. അപ്പം പൊതുജനങ്ങള് പിന്നാലെ കാൽനടയായിട്ട് അക്കമ്പനി ചെയ്ത് അതിന്റെ പിന്നാലെ വലിയൊരു ജനാവലി പോകുന്ന പതിവ് ഉണ്ടാവില്ല. പക്ഷെ സാധിക്കുന്നവർക്കൊക്കെ അങ്ങനെ പോകാനും അവസരം ഉണ്ടായിരിക്കും. മറ്റുള്ളവരെല്ലാവരും ഇവിടുത്തെ ക്യാസിൽ നിന്നുകൊണ്ടാണ് അതിൽ പങ്കെടുക്കാൻ പോകുന്നത്. പിന്നെ മേരി മജോറ ബസിലിക്കയിൽ നിന്നുകൊണ്ടും. ഓക്കെ, എന്തായാലും വെച്ചാൽ അച്ഛൻ്റെ ഈ ഒരു ദൃശ്യം വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട്. കാരണം പിന്നിൽ ആ ഒരു സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറും ഒപ്പം ആ ഒരു സൂര്യാസ്തമയത്തിൻ്റെ സമയവും മേഘങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ദൃശ്യം നല്ല ഒരു ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. കാരണം ഒപ്പം എനിക്ക് തോന്നുന്നു പ്രകൃതി പോലും ആ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു ഭൗതിക ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അന്ത്യയാത്രയുടെ ഒരു ഇതിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു അവിടുത്തെ പ്രകൃതി പോലും. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ വെച്ചാൽ, അതായത് ഡിജോ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എങ്ങനെയാണ്, ആത്മകഥയിൽ ഫ്രാൻസിസ് സൂചിപ്പിച്ചല്ലോ സൂര്യാസ്തമയം അടുത്തു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ആ സൂര്യാസ്തമയത്തിന്റെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. അതും എനിക്ക് തോന്നുന്നു ആ സൂര്യൻ കൃത്യമായിട്ട് മറ്റേ വത്തിക്കാൻ സ്ക്വയറിന്റെ ആ ഒരു മകുടത്തിന്റെ പിന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ആ ഒരു അസ്തമയത്തിന് വേണ്ടിയിട്ട്. വളരെ അർത്ഥവത്തമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ദൃശ്യം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ കിട്ടുന്നു. എന്തായാലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മളിപ്പോ വത്തിക്കാൻ സമയം വെട്ടിച്ചുരുക്കി പൊതുദർശന് ഇപ്പൊ ഒരുപാട് പേർക്ക് കാണാൻ സാധിക്കാതെ ആയിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ ഏകദേശം 6 മണി കഴിഞ്ഞു, 6:06. അതെ 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 അതെ. ജനങ്ങൾ ആരും തന്നെ അങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, വലിയൊരു ശാന്തത ഇവിടെ തളകെട്ടി ഇവിടെ ഉണ്ട്. എല്ലാ ജനങ്ങളിലും ആരും എത്ര, അതായത് 2 കിലോമീറ്ററിൽ 2.5 കിലോമീറ്ററോളമാണ് ജനങ്ങള് വത്തിക്കാൻ ബസിലിക്കയിലേക്ക് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കയറാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിലായിട്ട് കാത്തുനിന്നത്. 2.5 കിലോമീറ്ററോളം. പക്ഷെ ഒരു സ്ഥലത്തും എങ്ങും വഴക്കോ ഇടിയോ ഒന്നും തള്ളോ ഒന്നുമില്ലാതെ ശാന്തതയോടുകൂടി അവർ ക്ഷമയോടുകൂടി കാത്തിരുന്നു. കാണാൻ പറ്റാത്തവർ പ്രാർത്ഥനാപൂർവ്വം വളരെ എന്താ പറയാ പോപ്പിന്റെ ഓർമ്മകൾ നെഞ്ചിലേറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ അവർക്കറിയാം തങ്ങൾ എടുത്ത ഈ ത്യാഗം അത് പാപ്പ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട്, അതിനുള്ളൊരു അനുഗ്രഹം അവർക്ക് ലഭിക്കുമെന്ന് തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാകാം. കാര്യം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഏകദേശം 1.5 മണിക്കൂറോളം മാർപ്പാപ്പയുടെ മൃതശരീരത്തിന്റെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. ഇന്ന് വൈകുന്നേരം കുറച്ചു നേരം മുമ്പ് വരെ ഞാനും അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. അപ്പം അവിടെ ശ്രദ്ധിച്ചത് ലോകത്തിലെ വിവിധങ്ങളായ നേതാക്കൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം രാഷ്ട്രത്തിന്റെ വിവിധ നേതാക്കന്മാർ ഇപ്പോ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്ത് വന്ന് നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമെങ്കിലും അവർക്ക് ആ മൃതശരീരം നേരിട്ട് കാണുവാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവരിൽ പലരും ഇപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ബിജോ ഒരു സുപ്രധാനമായ ഒരു വാർത്ത കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. ആക്ച്വലി അതിന്റെ വീഡിയോ നിങ്ങൾക്ക് പിന്നീട് ഡിവൈൻ നമ്മുടെ ടിവിയിലൂടെ കാണിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 38 ദിവസം ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിലായതിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വരുന്ന ദിവസം ഗുഡ്നസ് ടി വി അത് നന്നായി ലൈവായിട്ട് കാണിച്ചിരുന്നു. അപ്പൊ മാർപ്പാപ്പ മാർപ്പാപ്പ ജെമല്ലി ആശുപത്രിയിൽ നിന്നുകൊണ്ടും ജനങ്ങളെ അഭിസംബോധന ചെയ്ത സ്ഥലത്ത് വെച്ച് ഇങ്ങനെ അനൗൺസ് ചെയ്തിരുന്നു, ഈ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ നിൽക്കുമ്പോഴും ഞാൻ അവിടെ വൃദ്ധിയായ ഒരു സ്ത്രീ എനിക്ക് വേണ്ടി പൂക്കൾ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ ആ സഹോദരി, ആ അമ്മ എനിക്ക് പരിചയമുള്ള വ്യക്തി കൂടിയാണ്. അവരുടെ പേരാണ് കർമ്മലീന. ഞാൻ അവിടെ ചെന്നപ്പോ ഇപ്പം വത്തിക്കാന്റെ അകത്ത് പരിശുദ്ധ പിതാവിന്
പൂച്ചെണ്ടുമായി ഒടുവിലത്തെ അന്ത്യോപചാരം അർപ്പിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുമ്പിലേക്ക് കർമ്മലീന അമ്മ നമ്മുടെ പരിശുദ്ധ പിതാവിന്റെ സാന്താ മാർത്തയിലെ ഡോക്ടർ മസിമിലിയാനോ ആയിട്ട് ഒന്നിച്ചു വരുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. പ്രഭാതത്തിൽ കാസ സാന്താ മാർത്തയുടെ മുമ്പിൽ വെച്ചും പിന്നീട് അകത്ത് വെച്ചും മാർപ്പാപ്പയെ ചികിത്സിച്ച ഡോക്ടർ മസിമിലിയാനോനെ, പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ മരണസമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആ ഡോക്ടറെ കാണാനുള്ള ഒരു ഭാഗ്യവും ലഭിച്ചു. അദ്ദേഹവും വളരെ ശാന്തതയിലും വളരെ സമാധാനത്തിലുമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം ചെയ്യാനുള്ളതെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ചെയ്തിരുന്നു എന്നുള്ള ഒരു ആത്മസംതൃപ്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഏതായിരുന്നാലും കർമ്മലീന അമ്മയുടെ ആ പൂക്കളുമായിട്ടുള്ള ഒരു വരവ് എല്ലാവരും വളരെയധികം ഇമോഷണൽ ആയിരുന്നു ആ മൊമെന്റിൽ. കാരണം മാർപ്പാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് ചാടി എഴുന്നേറ്റ് വന്ന് കാർമലീനാമ്മയുടെ അടുത്തേക്ക് ഓടി വന്നിരുന്നേനെ. കാരണം അത്രമാത്രം ആ അമ്മയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അവഗണിക്കപ്പെട്ടവരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആ വ്യക്തിയെ മാത്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത ആ പരിശുദ്ധ പിതാവിനെ ഒരു നോക്ക് കാണുവാൻ, അവസാനമായി കാണുവാൻ വേണ്ടി കാർമലീനാമ്മ വീണ്ടും മഞ്ഞ നിറത്തിലുള്ള പൂക്കളുമായിട്ട് അവിടെ വന്നിരുന്നു. തീർച്ചയായിട്ടും അച്ഛാ, ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഗുഡ്നസ് ടി വിയിലൂടെ തന്നെ ഈ ദൃശ്യങ്ങളും കാര്യങ്ങളും അച്ഛൻ പിന്നീട് തരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. കാരണം അന്നത് വലിയ വാർത്തയായിരുന്നു. അന്ന് അച്ഛൻ അവരോട് സംസാരിച്ചതൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒപ്പം ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞ കാര്യങ്ങൾ, ഡോക്ടർമാർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു സംതൃപ്തിയോടെയാണ് പോകുന്നത് എന്നുള്ളത് സത്യമാണ്. കാരണം ആശുപത്രിയിൽ വെച്ച് അവസാനിക്കേണ്ടതായിരുന്നു ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം. കാരണം ചികിത്സ നിർത്തിവെക്കണമോ എന്ന് പോലും അവർ ചിന്തിച്ചിരുന്നതായിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിനെ ഇതുപോലൊരു വിശുദ്ധമായ ഒരു കടന്നുപോക്കിലേക്ക് മാറ്റാൻ അത് ആ ഡോക്ടർമാർ കൈവച്ച്, അവരുടെ ആ ഒരു ദൈവത്തിൻ്റെ കൈവച്ച് ആ ഡോക്ടർമാർ പരിശ്രമിച്ചു എന്നത് ഉറപ്പാണ് അല്ലേ? തീർച്ചയായും. ഞാൻ സമയമുണ്ടെങ്കിൽ മാർപ്പാപ്പയുടെ അന്ത്യ നിമിഷങ്ങളെ കുറിച്ച് ഉണ്ടായ ആ സാഹചര്യങ്ങളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിച്ചു തരാം. അധികം പുറത്തേക്ക് വന്നിട്ടില്ലാത്തൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷെ മറ്റ് നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത് അറിയുമെന്ന് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ശരിക്കും പറയാം. പറയാം. അതായത് പ്രഭാതത്തിൽ 5:30 മണിക്ക് കാസ സാന്താ മാർത്തയിൽ നിന്നും ജെമല്ലി ആശുപത്രിയിലുള്ള ഡോക്ടർ സെർജിയോ ഒരു ടെലിഫോൺ കോൾ വരികയാണ് നമ്മുടെ മാർപ്പാപ്പയുടെ പേഴ്സണൽ ഡോക്ടറായ മാസിമില്യാനയിൽ നിന്നും. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: The Holy Father is very ill. We must return to ജെമല്ലി ആശുപത്രി. അതായത് മാർപ്പാപ്പ വളരെയധികം രോഗാവസ്ഥയിൽ പോലെ കാണപ്പെടുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ജെമല്ലി ആശുപത്രിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്, അങ്ങനെ കേട്ട ഉടനെ ജെമല്ലി ആശുപത്രിയിൽ മാർപ്പാപ്പയെ ചികിത്സിച്ച ഡോക്ടർ സെർജിയോ അൽഫിയേരി ഉടനെ തന്നെ അവിടെ നിന്ന് യാത്രയായി കാസ സാന്താ മാർത്തയിലേക്ക് വരികയാണ്. വാസ്തവത്തില് കാസ സാന്താ മാർത്തയിലേക്ക് ഡോക്ടർ അൽഫിയേരി വരുമ്പോ മാർപ്പാപ്പയെ കാണുമ്പോൾ ആദ്യമേ തുടക്കത്തിൽ കണ്ടിരുന്നത് മാർപ്പാപ്പയുടെ കണ്ണ് തുറന്നതായിട്ടാണ്. പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെ മാർപ്പാപ്പയ്ക്ക് അസുഖമാണെന്ന് പറയാൻ കാരണം കൂടെ ഉണ്ടായിരുന്ന അവര് ശ്രദ്ധിച്ചപ്പോ മാർപ്പാപ്പയിൽ വെള്ളം കുടിക്കാനായിട്ടോ എന്തോ ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് എന്തോ ഒരു പന്തികേട്, ഒരു കുറവ് എന്തോ സംഭവം തോന്നി. അപ്പോഴാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് തോന്നുന്നത്. ഏതായാലും ഡോക്ടർ അൽഫേരി, സെർജി അൽഫേരി കാസ സാന്താ മാർത്തയിൽ മാർപ്പാപ്പയെ കാണുന്നു. മാർപ്പാപ്പയുടെ കണ്ണുകൾ അല്പം തുറന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പയുമായി സംസാരിക്കുവാനും മാർപ്പാപ്പയെ വർത്താനം പറയാനും ശ്രമിച്ചു കഴിഞ്ഞപ്പോ മാർപ്പാപ്പ പ്രതികരിക്കുന്നില്ല. അപ്പോഴാണ് സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ്, ജെമല്ലി ആസ്പത്രി ഡോക്ടറും മാർപ്പാപ്പയുടെ ഡോക്ടറും കൂടി അവിടെ ഉണ്ടായിരുന്ന അവര് പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലി കൊടുത്തു. അതായത് നമുക്കറിയാം, ഇങ്ങനെ മരണാവസ്ഥയിലേക്ക് പോയിരിക്കുന്ന വ്യക്തിക്ക് അനക്കമുണ്ടോ അല്ലെങ്കിൽ അവർ പ്രതികരിക്കുമോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിമുലി കൂടി മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും വാസ്തവത്തില് കോമ സ്റ്റേജിലേക്ക് പോയിരുന്നു, പക്ഷാഘാതം എന്ന അവസ്ഥയിലായിരുന്നു. അപ്പം ആ സാഹചര്യത്തിലാണ് പയ്യെ തിരിച്ചറിയുന്നത് മാർപ്പാപ്പയെ ഇനിയും ജെമല്ലി ആശുപത്രിയിലേക്ക് എന്തുകൊണ്ട് കൊണ്ടുപോയില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഉത്തരം ഇതാണ് ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. മാർപ്പാപ്പയ്ക്ക് വേണ്ടി ചെയ്തു. ഒരു പക്ഷേ മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ആശുപത്രിയിൽ കിടന്ന് മരിക്കുക എന്നുള്ളതല്ല, മറിച്ച് 12 വർഷക്കാലം താൻ ദൈവജനത്തിന് വേണ്ടി ചെയ്യുവാൻ വേണ്ടി ആ ദേവാലയം നിൽക്കുന്ന ആ കാസ സാന്താ മാർത്തയുടെ താമസിച്ച മുറിയിൽ കിടന്ന് മരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം. മാത്രമല്ല
ജമലി ആസ്പത്രിയിൽ തന്നെ ഡോക്ടർ സർജി അൽഫേരി സൂചിപ്പിക്കുകയുണ്ടായി. മാർപ്പാപ്പ പറഞ്ഞത് മരണാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ അവിടെ വെച്ച് 2 തവണ മരണാവസ്ഥയിൽ എത്തി. അപ്പൊ പറഞ്ഞത് എനിക്ക് കാസ സാന്താ മർത്തയിലേക്ക് പോകണമെന്നല്ല, എനിക്ക് എൻ്റെ ഹോം, ഐ വാണ്ട് ടു ഗോ ടു മൈ ഹോം. അത് ഇംഗ്ലീഷ് ഭാഷയിൽ പറയുമ്പോൾ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് വീട്ടിലേക്ക് പോകുന്നല്ല, മറിച്ച് എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോയിരുന്നു എന്ന് തയ്യാറാണ് എന്ന് ഓൾറെഡി മാർപ്പാപ്പ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ് എല്ലാ രീതിയിലും വില്ലെഴുതി വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കൂടി ഒത്തിരി പ്രാർത്ഥിച്ച് 38 ദിവസം പ്രാർത്ഥിച്ച് മാർപ്പാപ്പ കാസ സാന്താവിലേക്ക് വന്നു കഴിഞ്ഞ് ഇങ്ങനെ ഇത്രയും ക്രിട്ടിക്കലായ അവസ്ഥയിൽ മാർപ്പാപ്പ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഓൺ ദ വേയിൽ വെച്ച് മാർപ്പാപ്പ സമ്പൂർണ്ണമായി സംഭവിച്ചു കഴിഞ്ഞാൽ അതിനും വളരെ സങ്കടകരമായ ഒരു കാര്യമായിരിക്കും. അത് തീർച്ചയായും മനുഷ്യന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞ് ദൈവഹിതത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, മാർപ്പാപ്പ ആഗ്രഹിച്ചതുപോലെ തന്റെ ജീവിതത്തെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ആ ഡോക്ടേഴ്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും അച്ഛൻ പറയുമ്പോൾ തന്നെ ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വിശുദ്ധന് മാത്രമേ ഇതുപോലെ കടന്നു പോകാൻ സാധിക്കുള്ളൂ. മരണം പലപ്പോഴും നമ്മളെയൊക്കെ സംബന്ധിച്ചോളം ഒരു ഭയം ഉളവാക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ ഈ ലോകം വിട്ടു പോകുക, അത് എത്ര പ്രായമായാലും വയസ്സായാലും ഈ ലോകം വിട്ടു പോകണം, എൻ്റെ കൂടെയുള്ളവരെ പ്രിയപ്പെട്ടവരെ വിട്ടു പോകണം എന്നുള്ള ഒരു ചെറിയൊരു ഭയം ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ വിശുദ്ധാത്മാക്കൾക്ക് മാത്രമാണ് ഇത്ര ധൈര്യത്തോടെ എനിക്ക് പോകണം, എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണമെന്ന് വളരെ സന്തോഷത്തോടും ഇതോട് പറയാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പറയുമ്പോൾ പലപ്പോഴും വരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശുദ്ധാത്മാവാന്ന് തന്നെയാണ്. അതിന് ആക്കം കൂട്ടുന്നത് കൂടിയായിരുന്നു അച്ഛൻ്റെ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു വെളിപ്പെടുത്തലും ഈ ഒരു പ്രതികരണവുമെല്ലാം. അതെ. അപ്പോൾ ഓക്കെ, എന്തായാലും അച്ഛാ കൂടുതൽ വത്തിക്കാനിൽ നിന്നുള്ള റിപ്പോർട്ടുകളുമായിട്ട് അച്ഛൻ ഞങ്ങൾ പ്രതീക്ഷിക്കണം. എന്തായാലും ഇന്ന് ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം 9:45, വത്തിക്കാനിൽ 6:15 സമയം. ഇനി 8 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു ഭൗതിക ശരീരം അടക്കുന്ന ആ ഒരു തിരുക്കർമ്മങ്ങൾ അവിടെ ആരംഭിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഒരു ലൈവ് സംപ്രേക്ഷണം തുടരുകയാണ്, വത്തിക്കാനിൽ നിന്നുള്ള ദൃശ്യങ്ങളും മറ്റാളുകളുടെ പ്രതികരണവുമായുമെല്ലാം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത അപ്ഡേറ്റ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി, ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നൽകിയതിന് ഒരുപാട് നന്ദി. വീണ്ടും തുടർന്നും സമയമുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇതിനാൽമാരുടെ എല്ലാ മീറ്റിങ്ങുകൾ ഇന്നും പതിവ് പോലെ നടന്നിരുന്നു. ആ മീറ്റിംഗിൽ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ചർച്ച് ആൻഡ് ദ വേൾഡ് എന്നാണ്. ലോകവും അതുപോലെ തന്നെ തിരുസഭയും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ചകൾ അവർ നടത്തുന്നുണ്ട്. അപ്പൊ കോൺക്ലേവിന് ഒരുക്കമായിട്ട് കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. എനിക്ക് ഏകദേശം വിശ്വസിക്കാവുന്ന, പുറത്തു വന്നിട്ടില്ലാത്തൊരു വാർത്ത ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ആധികാരികത ഏകദേശം 90% ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ തന്നെയാണെന്ന്. അതായത് കോൺക്ലേവ് നടക്കുവാൻ പോകുന്നത് മെയ് മാസം 5 മുതലാണ് എന്റെ ഒരു അറിവ്. അങ്ങനെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മിക്കവാറും 5, 6, 7 തീയതികളിലായിരിക്കാം ഒരു പക്ഷേ കോൺക്ലേവ് നടക്കാനും പോകുന്നത്. കർദിനാൾമാരുടെ മീറ്റിങ്ങുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രിലിമിനറി തുടക്കം എന്നോണം പല കാര്യങ്ങളും മീറ്റിങ്ങുകൾ അവിടെ നടക്കുന്നു, അതിന് ഡിസ്കഷൻസ് നടക്കുന്നു. അതിനകത്ത് ഏകദേശം 33 തവണയാണ് അതിൽ പങ്കെടുത്ത വിവിധങ്ങളായ കർദിനാൾമാരുടെ ഇന്റർവെൻഷൻസ് ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ അച്ഛാ, അതും ഒരു പ്രധാനപ്പെട്ട വലിയൊരു വാർത്തയാണ്. കോൺക്ലേവിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ചയിൽ വരുന്നുണ്ട്, എന്നായിരിക്കും കോൺക്ലേവ് നടക്കുക. എനിക്ക് തോന്നുന്നു മെയ് 4 വരെയാണ് സഭയുടെ 9 ദിവസത്തെ ദുഃഖാചരണം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ദുഃഖാചരണം തീരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കർദിനാൾമാരെല്ലാവരും ഈ ഒരു കോൺക്ലേവിലേക്ക് കടക്കും. പിന്നീട് മറ്റൊരു കാര്യം, ആരാണ് പുതിയ പാപ്പ? എനിക്ക് തോന്നുന്നു ഞാൻ ഈ കർദിനാൾമാരുടെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. അതായത് മീറ്റിംഗിൽ ഏറ്റവും കൂടുതൽ അവർ സ്ട്രെസ് ചെയ്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സോവറിൻ അല്ല, ഒരു സോവറിൻ എന്ന് പറയാം മലയാളത്തില്. അതായത് ഒരു അധികാരം കാണിക്കുന്ന ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു ഷെപ്പേഡ്, ഒരു ഇടയനാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെ നിന്നുകൊണ്ടുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഏതായാലും ഏകദേശം 149ഓളം കർദിനാൾമാരാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നത്. ഇന്ന് നടന്ന
മീറ്റിംഗ് നടന്നത്. കാലത്ത് 9:10 ആരംഭിച്ച മീറ്റിംഗ് അവസാനിച്ചത് 12:20 കൂടിയായിരുന്നു ഇന്ന് നടന്ന കർദിനാൾമാരുടെ ആ മീറ്റിംഗ് അവസാനിച്ചത്. ഓക്കെ അച്ഛൻ്റെ പ്രതികരണം നന്ദി. എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നാളത്തെ ഒരു മൃതസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺക്ലേവ് ആണ്. ആ കോൺക്ലേവിന് ശേഷം ഹബേമുസ് പാപ്പയം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കാനായിരിക്കും പിന്നീട് നമ്മുടെ വിശ്വാസികൾ എല്ലാവരും കാത്തിരിക്കുക എന്നത് അല്ലേ? ആ ഒരു വാക്ക് കേൾക്കുമ്പോഴുള്ള സന്തോഷം അത് വിശ്വാസികൾ കാത്തിരിക്കാന്ന് ബിജോ പറയുമ്പോൾ അതിന്റെ കൂടെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ശരിക്കും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാവരും മാർപ്പാപ്പയുടെ മൃതസംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലും ആ എല്ലാ വ്യാപൃതരാണ്. പക്ഷേ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് തിരുസഭയ്ക്ക് വേണ്ടി. ആ പ്രാർത്ഥന ഉയരുവേണ്ടതിന്റെ കാരണം കർദിനാൾമാര് കോൺക്ലേവിൽ കയറുമ്പോൾ മാനുഷികമായ തീരുമാനങ്ങൾ എടുക്കാതെ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ ദൈവഹിതം തോന്നിപ്പിക്കുവാനും അതനുസരിച്ചുള്ള വ്യക്തികളെ തിരുസഭയെ നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രാർത്ഥന ഈ വരുന്ന ദിവസം മാത്രമല്ല, മൃതസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന നാളെ മുതൽ ആരംഭിക്കുന്ന 9 ദിവസത്തെ നൊവന്താലീസ് ദിവസങ്ങളിൽ മാത്രമല്ല, നമ്മൾ വളരെ തീക്ഷ്ണതയോടുകൂടി വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും ആഴ്ചകളിലും ഒക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 99% കോൺക്ലേവ് ആരംഭിക്കാൻ സാധ്യത മെയ് 5-ാം തീയതി ആണെങ്കിൽ അധികം ദിവസങ്ങൾ അതിനകത്തേക്കില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ശക്തമായിട്ട് തന്നെ ഈ മേഖലകളിൽ ഉയരേണ്ടതുണ്ട്. പിതാക്കന്മാരും ഇടവക വൈദികരും അതോടൊപ്പം തന്നെ റിലീജിയസ് ലീഡേഴ്സും എല്ലാം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ജപമാലകൾ ചൊല്ലി കുടുംബ പ്രാർത്ഥനകൾ ചൊല്ലി ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭ നമ്മുടെ അമ്മയാണെങ്കിൽ മക്കളായ നമ്മുടെ കടമയാണ് എന്നുകൂടി സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.